ആരാ അവിടെ? എവിടെ? ഏഭ്യ തന്നെ തന്നെ. ഓ, ഇവിടെ വഴിതെറ്റി വന്നതാ. ഏതാ മാസം? കന്നിമാസം. വെറുതെ അല്ല, പട്ടിശല്യം. കാലം ഇങ്ങനെ കലങ്ങി മറിയുന്നൊരു പുഴയാണ്. ഇതുപോലൊരു കലങ്ങി മറിയുന്ന പുഴ വേറെ ഇല്ല. ഇവിടെ അടുത്താണോ? എന്താ? അല്ല, പുഴ എന്തിന്? ഒന്ന് കുളിക്കാനായിരുന്നു. ആരാ? ഇവിടെ നിങ്ങൾക്കൊരു നോമറിയും. ഒരു വഴിപോക്കൻ. വഴിപോക്കൻ എന്താ ചുറ്റമ്പലത്തിൽ കാര്യം? ഞാൻ റാപ്പറാടോ മാഷേ. തിരുമനസേ ഇല്ലം മാറിട്ടോ. ഓ, അത് നോമ്പ് അറിഞ്ഞില്ല. എന്നാൽ അരിയൻ പൊക്കോട്ടെ. നിനക്കിനി പോവാൻ അനുവാദം ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണോ വന്നേ? ഇല്ല, ചങ്ങാതി ഉണ്ടായിരുന്നു. അവൻ എവിടെ? വരുന്ന വഴി ഒരു പെൺകുട്ടിയെ കണ്ടു. ഈ കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് ഓളുടെ മുടിയിലും തുണിയിലും ഒക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഓൻ അവളുടെ കൂടെ പോയി. അതെയോ? തിരുമേനി അവിടെ ഇരിക്കുക, നടക്കാൻ പോലും ആവതില്ലല്ലോ. അത് പെണ്ണല്ല, യക്ഷിയാ, വടയക്ഷി. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ സാധാരണ യക്ഷികൾക്ക് അട്ടഹാസവും ബഹളവും ഒക്കെ ഉണ്ടാവുന്നതല്ലേ? പക്ഷെ ഈ യക്ഷിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവള് ഇൻട്രോവേർട്ടാ. എന്നാ റാപ്പൊന്ന് പാടുക, ഞാൻ കേക്കട്ടെ. തമ്പുരാൻ പാടാം. തമ്പുരാനെ പേടിച്ചോ, എന്റെ ലൈഫ് ഒരു സാഡാ, എന്റെ വീടി മേലെ ലോഡാ, എന്റെ ഡാഡിക്ക് സീന, എന്റെ ഫ്രണ്ട്സ് വരെ മൂടാ, ഞങ്ങൾ ഡെയിലി അടിക്കും വിത്ത് സോഡാ. നോമ അനുവാദം തന്നിരിക്കുന്നു, പൊക്കോളൂ. ജാവോ. അല്ല, ഒരു 2 ദിവസം നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ പൊക്കോളാം. എന്നാ അങ്ങനെ ആട്ടെ. കഴിച്ചു കഴിഞ്ഞാച്ചാ ഒരു കളി അങ്ങടെ ആയാലോ? കളിയോ? പകിട തന്നെ പലക ഇങ്ങോട്ട് എടുക്കുക. പലക ഞാൻ വെട്ടിക്കീറി അടുപ്പിൽ വെച്ചു. ക്യാരവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കബഡി ആയാലോ തിരുമനസേ? പറ്റില്ല. ഇതിന് മുന്നേ വന്ന അതിഥി ഇതുപോലെ കബഡി കളിച്ച് നമ്മെ ഒന്ന് മലത്തി അടിച്ചു. പിന്നെ തെക്കലെ ജാനു 7 ദിവസം നിന്ന് തിരിഞ്ഞപ്പോഴാ സുഖമായ ആശ്വാസമായ. തിരുമനസ് പൊറുക്കണം, എനിക്ക് ഇവിടെ അങ്ങോട്ടൊന്നും മനസ്സിലായിട്ടില്ല. തൊടിയിലൊക്കെ മുഴുവനും കുഴിയൊക്കെ കുത്തിയിട്ടിരിക്കുന്നു. എന്താ അത്? ഇത് ഭ്രമയുഗ കടിവത്തിന്റെ ഒരു അമിതാഭ് ബച്ചൻ ഭ്രമരാംശം. നോമ്പ് എന്നോട് പറഞ്ഞിട്ടില്ലേ? അപഭ്രംശം. താൻ പറയാ, ലിപ്പിട്ടോളാം. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം. ഇനിയിപ്പോ കിടന്നോളാ. അദ്ദേഹം എന്ത് നല്ല മനുഷ്യനാ. മൊത്തത്തിൽ വിശ്വസിക്കണ്ട, ഇങ്ങനെ ചാത്തന ഇങ്ങനെ പറഞ്ഞത് എന്താ എന്താ ഇവിടെ കൊണ്ടായ? ആരോടെ പടക്കം മുട്ടിച്ചേ? കൊന്നു. ഞാൻ ചാത്തനെ കൊന്നു. ചാത്തനോ? ഏത് ചാത്തൻ? താനല്ലേടോ പറഞ്ഞത് ഇങ്ങനെ ചാത്തനാ? അയ്യോ, വിട്ടിട്ട് വാഴത്തിട്ട് പോലെ നടക്കുന്നുണ്ടോ? എടോ, അങ്ങനെ അടിക്കണ സാധനം ചാത്തനാന്നോ ഞാൻ പറഞ്ഞത്? എടുക്ക, പിടിക്കുക. എങ്ങട്ട്? രാവിലെ ഇങ്ങോട്ട് കുഴിയില്ലേ അങ്ങോട്ടേക്ക്? രാവണി, ഇതെന്ത് സാധനമാണ് തന്നിക്ക് ഒഴിച്ചു തന്നെ? തലയുടെ പെരുപ്പ് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. ഇനി തൊട്ട് നമുക്ക് ഇത് തന്നെ മതി. ഓ അമ്പ്ര.